ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. സവാളയൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നന്നാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ചുവന്നുള്ളി എടുക്കുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ എപ്പോഴും ചുവന്നുള്ളി കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളിയൊക്കെ ഈ രീതിയിൽ അരച്ച് ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന കറികൾക്ക് നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി കൂടിയാണ് ഇത്. ചുവന്നുള്ളിയുടെ ഈ മിക്സ് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി ജ്യൂസ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ എന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കാതെ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടുതൽ എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഈ ടൈമിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചുവന്നുള്ളി ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലകളും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലെ ചാറൊന്ന് കുറുകി വരുന്ന ടൈമിൽ വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ക്രഷ് ചെയ്ത ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചാറൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് എങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കറി കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണേ. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.